പുതുച്ചേരിയിൽ നടന്ന മറ്റൊരു കൊലപാതക വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സ്നേഹം നടിച്ച് വീട്ടിൽ കയറിപ്പറ്റിയ ദമ്പതികളാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ കടബാധ്യതയാണ് പ്രതികളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളാണ് ഇനി 20th അവർ പരിശോധിക്കുന്നത്. പുതുച്ചേരിയിലെ കരുവാടിക്കുപ്പത്തിലെ കെങ്കയ്യമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ഒരു വീട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികളായ പ്രവീൺ, ഭാര്യ ഈശ്വരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം ഇവർ മോഷ്ടിച്ച സ്വർണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കടബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി സമീപവാസിയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ആദ്യം ഒന്ന് പോകാം. ಶಿವರುದ್ರವರ ತಮ್ಮ ಆಗಬೇಕು. ಅದು ಯಾವ ರೀತಿಯಾಗಿದೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. ನಮ್ಮಣ್ಣ ಡೈಲಿ ಸಾಯಂಕಾಲ ವಾಕ್ ಮಾಡೋಕ್ಕೆ ಅಂತ ಪ್ರತಿನಿತ್ಯ ಹೋಗ್ತಾಯಿದ್ರು. ಅದೇ ರೀತಿ ನಿನ್ನೆ ಸಾಯಂಕಾಲನೂ ಹೋಗಿದ್ದಾರೆ. ಹೋದ್ಮೇಲೆ ಈ ಥರ ಅಚಾತುರ್ಯ ನಡೆದೈತೆ. ಅದನ್ನು ಬೇಕು ಅಂತ ಮಾಡಿದಾರೋ ಏನು ಅನ್ನೋದು, ವೈಯಕ್ತಿಕ ದ್ವೇಷಗಳು ಮಾಡಿದ್ದಾರೆ ಏನು ಅಂತಕ್ಕದ್ದು ಗೊತ್ತಿಲ್ಲ. ಗ್ರಾಮಾಂತರ ಠಾಣೆಗೆ ಹೋಗಿ ಮಿಷಿನ್ ಕಂಪ್ಲೇಂಟ್ ಎಲ್ಲ ಇದು ಮಾಡಿ ಎಲ್ಲ ಮಾಡಿದ್ರು ಸರ್. ಹಂಗಾಗೂ ವ್ಯಕ್ತಿ ಸಿಗಲಿಲ್ಲ. ಈ ಥರ ಯಾವ ರೀತಿ ಮಾಡಿದ್ದಾರೆ ಏನು ಅಂತ ಗೊತ್ತಿಲ್ಲ. ಏನೋ ಅಕ್ಕಪಕ್ಕ ಜಮೀನವ್ರಿಗೂ ಅವ್ರಿಗೂ ಏನೋ ವೈಯಕ್ತಿಕ ದ್ವೇಷ ಇತ್ತು. ಇವಾಗ ಒಂದು 2-3 ತಿಂಗಳಿಂದ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಮುಂದೆ ಸತ್ಯಾಸತ್ಯತೆಗಳು ಯಾವ ರೀತಿ ಬರ್ತವೆ ಅನ್ನೋದು ಕಾದು ನೋಡಬೇಕು ಸರ್. 48-കാരനായ മണി, ഭാര്യ 43-കാരിയായ രമണി എന്നീ ദമ്പതികൾ അവിടെ സമീപത്ത് തന്നെ ഒരു ഹോട്ടലൊക്കെ നടത്തി ഉപജീവനം നടത്തി വരുന്നവരായിരുന്നു. അപ്പോഴാണ് ഓൺലൈൻ ഡെലിവറി ഏജന്റായിരുന്ന രമണിയുടെ അനന്തരവൻ സേതുനാഥൻ ഒരു അപകടം പറ്റിയതിനെ തുടർന്ന് ഇവരുടെ വീട്ടിലേക്ക് താമസിക്കാനായി എത്തുന്നത്. സേതുമാധവൻ എത്തി കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 24-കാരനായ പ്രവീണും 21-കാരി ഈശ്വരിയും സേതുമാധവനെ കാണാനായി ഈ വീട്ടിലേക്കെത്തി. പിന്നീട് ഇവരുടെ ഈ വീട്ടിലേക്കുള്ള വരവ് പതിവായി. രമണിയും മണിയുമായി നല്ലൊരു സൗഹൃദം ഇവർ ഇരുവരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പതിവ് പോലെ കഴിഞ്ഞ ദിവസം സേതുമാധവനെ കാണാനായി വീട്ടിലേക്ക് എത്തിയതായിരുന്നു പ്രവീണും ഈശ്വരി. വന്നപ്പോൾ തന്നെ ഈശ്വരി സേതുമാധവനൊപ്പം വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി. പിന്നാലെ തന്നെ ഈ രമണിക്കടുത്തെത്തി സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിയ പ്രവീൺ അവർക്കൊരു സർപ്രൈസ് സമ്മാനമുണ്ടെന്ന് പറയുകയും കയ്യിലുണ്ടായിരുന്ന കവറിൽ സൂക്ഷിച്ചിരുന്ന അമ്മിക്കല്ലെടുത്ത് രമണിയുടെ തലയ്ക്ക് ശക്തമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ തളർന്ന് നിലത്ത് വീണ രമണിയെ പ്രവീൺ വീണ്ടും ഇതേ അമ്മിക്കൽ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കൂടാതെ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കഴുത്തിലും മുഖത്തും അടക്കം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ കഴുത്തിലും വായിലും തുണി ചുറ്റി. മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം ഇവർ ധരിച്ചിരുന്ന സ്വർണവും വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മറ്റു സ്വർണവും പണവുമെല്ലാം പ്രവീൺ കൈക്കലാക്കുകയായിരുന്നു. ಮಡ್ ರೋಡಿಂದ ಪಕ್ಕದಲ್ಲಿ ಒಂದು ಸೀಳು ನಾಲೆ ಇದೆ. ಆ ನಾಲೆಗೆ ಏನು ಮಾಡೋರೆ, ಹೊಡೆದ್ಬಿಟ್ಟು ಅಲ್ಲಿಗೆ ಹಾಕ್ಬಿಟ್ಟವ್ರೆ. ಅದು ಕಾಣಿಸ್ತಿಲ್ಲ ರೋಡ್ಗೆ. ಮೇಲೆ ಬೈಕ್ ಹಾಕ್ಬಿಟ್ಟಿದ್ರು. ಆಮೇಲೆ 2:15 ಗೊತ್ತಾಯಿತು ಸರ್. ಎಲ್ಲರೂ ಬಂದರು ಸರ್. ಅವರು 5 ಗಂಟೆಗೆ ಬಂದರು. ಅಷ್ಟರ ಮೊದಲೇ ಪೊಲೀಸ್ನವರು 3-3:30 ಬಂದುಬಿಟ್ರು ಸರ್. ಸರ್ ಇಲ್ಲಿ ಓಪನ್ ಆಗಿದೆ ಸರ್. ಓಪನ್ ಆಗದೆ ಆಮೇಲೆ ಯಾವ ರೀತಿ ಇದೆ, ಸ್ಲಿಪ್ಪರ್ ಒಂದು ಕಡೆ ಬಿದ್ದಿದೆ, ಅವ್ರೊಂದು ಕಡೆ ಬಿದ್ದಿದೆ. ರೋಡಲ್ಲೆಲ್ಲ ಬಿದ್ದು ಒದ್ದಾಡೋರು ಸರ್. ಸಾಲ್ಟ್ ಪಲ್ಟ್ ಎಲ್ಲ ಇರ್ತದೆ, ಎಲ್ಲ ಧೂಳಾಗದೆ. ಆಮೇಲೆ ಏನು ಮಾಡೋರು, ಈ ಥರ ಹಿಂಗೆ ಹಾಕ್ಬಿಟ್ಟವ್ರು ಸರ್. ഈ കടಗೆ ബൈക്ക് മേലെ ആക്കോരെ. താഴെ നടക്കുന്ന ഈ സംഭവങ്ങളെയൊക്കെ പറ്റി പ്രവീണിന്റെ ഭാര്യ ഈശ്വരിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഇതൊന്നും അറിയാതിരുന്ന സേതുമാധവനുമായി പ്രതിയും ഭാര്യയും ചേർന്ന് പുറത്ത് സിനിമയ്ക്ക് പോവുകയായിരുന്നു. അല്പം അകലെയുള്ള കടലൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു അവർ പോയത്. പിന്നാലെ തന്നെ രമണിയുടെ മരണവാർത്ത അറിഞ്ഞാണ് അവർ വീണ്ടും പുതുച്ചേരിയിലേക്ക് മടങ്ങുന്നത്. സ്ഥലത്തെത്തിയ പോലീസാണ് സംശയത്തെ തുടർന്ന് പിന്നീട് പ്രവീണിനെയും ഭാര്യയെയും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ അവർ നൽകിയ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഇവരെ കുടുക്കിയത്. വിശദമായ അന്വേഷണത്തിൽ ഗുരുതരമായ കടബാധ്യത മൂലമാണ് അവർ കൊലപാതകം നടത്തിയതെന്നും ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നടത്തിയ കൊലപാതകമാണിതെന്ന് പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഒരു സ്കൂട്ടർ എന്നിവയാണ് പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.